कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण മകസ്പന്ദമൂലം നമിക്കൂ സദാ. അതിൽ നിന്ന് ഒരു 7 ശാഖാസമിതികളാണ് ഈ താലൂക്കിന് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഈ 7 സമിതികൾ അടുത്ത വർഷം മുതൽ 14 ആക്കാനുള്ള ശ്രമം നമ്മളെ ഭാഗത്തു നിന്ന് എല്ലാ ശാഖാസമിതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. താലൂക്കിന് നല്ലൊരു ടീം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി തിരൂർ താലൂക്കിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ ജില്ലാ അധികാരിയായ ശശികണ്ഠൻ എന്നിവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സഹകരണം ഉണ്ടായിരിക്കും. ഈ സമയത്ത് എന്താണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനത്തിന്റെ ആവശ്യകത? അത് നമ്മൾ ഈ പറഞ്ഞ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത എന്തൊക്കെയാണ്? അഥവാ ഇന്ന് ഞായറാഴ്ച ദിവസം ഉച്ചവരെയുള്ള സമയം 12:30 മണിക്ക് അവസാനിപ്പിക്കും എന്നാണ് എനിക്ക് ഇവിടെ കിട്ടിയ വിവരം. ഏതായാലും കുറച്ച് എല്ലാവർക്കും വിവിധങ്ങളായിട്ടുള്ള വ്യവഹാരങ്ങളുണ്ട്. ശരി, നമ്മൾ പൊതുവിൽ കേട്ടിട്ടുണ്ട് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക. ആ വാക്കിനെ കൊണ്ടുള്ള അർത്ഥം ചിന്തിച്ചാല് ക്ഷേത്രങ്ങള് സംരക്ഷിക്കാനൊന്നും നമ്മളുടെ ആവശ്യമില്ല. പ്രപഞ്ചത്തിലെങ്ങും എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തിയാണ് ഓരോ ക്ഷേത്രങ്ങളിലും കുടികൊള്ളുന്നത്. പിന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് ആ ദേവസങ്കേതങ്ങളെ സംരക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ ആ സങ്കേതങ്ങൾ നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? കാരണം പ്രപഞ്ചത്തിന്റെ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ആ ഈശ്വരീയ ശക്തിയാണ് ഓരോ ക്ഷേത്രങ്ങളിലും മഹാദേവനായിക്കൊണ്ടും വിഷ്ണുവായിട്ടും ഭഗവതിയായിട്ടും ഒക്കെ തന്നെ ഇരുന്നരുളുന്നത് അത്തരത്തിലുള്ള ശക്തി വിശേഷങ്ങളാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കലാണോ നമ്മളുടെ ഉത്തരവാദിത്വം, അതോ മറ്റെന്തെങ്കിലും ആണോ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെയധികം കാര്യഗൗരവത്തോട് കൂടിയിട്ട് നമ്മളുടെ ലക്ഷ്യത്തെ പറ്റി ചിന്തിക്കണം. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതെ, അണ്ടർലൈൻ ദ വേർഡ്, യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതെ മുഴുവൻ ഹിന്ദു സമാജത്തെയും ആ ക്ഷേത്രത്തിലേക്ക് ഒന്നിപ്പിക്കുക. അങ്ങനെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? ധർമ്മത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിപ്പിക്കുക. ഇതാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ലക്ഷ്യം.